അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഗൈസ്, ഞാൻ ശബരിമലക്ക് പോകാൻ പോവുകയാണ്. പൊതുവേ ശബരിമലക്ക് പോകുന്ന ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ ഈ കാണുന്ന റൂട്ട് മാപ്പ് അനുസരിച്ചിട്ടായിരിക്കും പോകാറുള്ളത്. എരുമേലിയിൽ നിന്ന് പേട്ടതുള്ളി, അവിടെ നിന്ന് പമ്പയിലേക്ക് ബസ് കയറി, അവിടെ നിന്ന് നീലിമലയും കയറിയിട്ട് നേരെ സന്നിധാനത്തേക്ക്. പക്ഷേ നമ്മൾ ഈ ഒരു വഴിയല്ല ചൂസ് ചെയ്യുന്നത്. ഈ പൊതുവേ ആൾക്കാരെല്ലാം പോകുന്ന വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒറ്റൊരു മല മാത്രമേ നമുക്ക് കയറേണ്ടി വരുള്ളൂ. പക്ഷേ നമ്മൾ ഈ പോകുന്ന വഴിയിലൂടെ നമുക്ക് 2 മല കൂടി എക്സ്ട്രാ കയറാനുണ്ട്. അഴുതാമല, കരിമല, ആഫ്റ്റർ നീലിമല. ഈ നീലിമല പോലെ കോൺക്രീറ്റ് ഇട്ട വഴിയിലൂടെയല്ല നമ്മൾ പോകാൻ പോകുന്നത്. ഇത് ശരിക്കും ഒരു കാടാണ് ഗൈസ്. ആനയും പുലിയും പാമ്പും എല്ലാം ഉള്ള വലിയൊരു കാട്ടിലൂടെയുള്ള യാത്ര. ഈ വീഡിയോ കണ്ട് തീരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എൻ്റെ തറവാടമ്പലത്തിലുണ്ടായ ഒരു കെട്ടുനിറയോടുകൂടി നമ്മുടെ യാത്രയോടെ ആരംഭിക്കുകയാണ്. ഒരു കെട്ടുനിറയെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോട്ടയത്തേക്ക് ട്രെയിൻ കയറി. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ എരുമേലിയിൽ എത്തിച്ചേർന്നു. എരുമേലിയിൽ എത്തി നമ്മളെ തലയിലുള്ള കെട്ടും കാര്യങ്ങളും ഒരു സ്ഥലത്ത് എടുത്ത് വെച്ച് നമ്മളെ നേരെ പേട്ട തുള്ളാൻ വേണ്ടി പോയി. പക്ഷേ സോറി ഗൈസ്, ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേട്ട കെട്ടി അതേ വസ്ത്രത്തോടു കൂടി തന്നെ നമ്മൾ പുഴയിൽ മുങ്ങാനുണ്ട്. ആ ടൈമിൽ ഫോൺ എടുക്കുമ്പോൾ അതെനിക്കൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും. ഏതായാലും പേട്ട തുള്ളലിൻ്റെ കുറച്ച് ക്ലിപ്പ് ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മൾ പേട്ടയിലും തുള്ളിക്കഴിഞ്ഞ് എരുമേലിയിലെ പുഴയിലെല്ലാം കുളിച്ച് എരുമേലി ശാസ്താവിനെയും കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മുടെ ശബരിമലയിലേക്കുള്ള കാൽനട യാത്ര ഇവിടം തൊട്ട് ആരംഭിക്കുകയായി. നമ്മുടെ ഗുരുസ്വാമി, അതായത് എൻ്റെ അച്ഛൻ, എല്ലാവർക്കുമായിട്ടുള്ള കെട്ട് തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ശബരിമലക്ക് പോകുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാത്തൊരു സ്ഥലം ഈ എരുമേലിയിലുണ്ട്. മഹിഷിയെ കൊല്ലാൻ പോകുന്ന ടൈമിൽ മണികണ്ഠൻ താമസിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വീട്. ഇതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വിവരണം നമ്മുടെ ഗുരുസ്വാമി നൽകുന്നതായിരിക്കും. മഹിഷി നിഗ്രഹത്തിനായിട്ട് മണികണ്ഠൻ, അയ്യപ്പനല്ല മാറിപ്പോയത്, മണികണ്ഠൻ, അയ്യപ്പൻ വേറെ കഥാപാത്രമാണ്. ഏകദേശം ഒരു 780 വർഷം പഴക്കേ ഉള്ളൂ അയ്യപ്പന്റെ ചരിത്രത്തിൽ. എന്നാൽ അതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് മണികണ്ഠന്റെ ചരിത്രം വരുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇവിടെയൊക്കെ നിബിഡമായ വനമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ മഹിഷിയെ നശിപ്പിക്കുന്നതിനായിട്ട് മണികണ്ഠൻ എന്ന് പറഞ്ഞ ബാലകനാണ്, 12 വയസ്സ് മാത്രമുള്ള ബാലകൻ. അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾ എന്ന് പറഞ്ഞാൽ കടൂരവൻ, കടുശബ്ദൻ, വാപുരൻ, ഗണ്ഡാകർണൻ, അസ്ത്രഭൈരവൻ തുടങ്ങിയിട്ടുള്ള ഭൂതഗണങ്ങളുമായിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത്. അപ്പൊ അന്ന് ഇവിടെ ഈ സ്ഥലത്തൊക്കെ വീടുകളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പം വളരെ വിട്ടിട്ട് അപൂർവം ചില വീടുകൾ മാത്രം. അപ്പൊ ഇതൊരു പുതിയ വീടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു പുതിയ വീടായതുകൊണ്ട് ഈ വീടിനെ പുത്തൻ വീട് എന്നായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. അപ്പൊ അന്ന് ഈ മണികണ്ഠൻ വന്നിട്ട് ഇവിടെ ഒരു മുത്തശ്ശി മാത്രം താമസിക്കുന്നു. അപ്പൊ പുരുഷന്മാർ ആരും ഇവിടെ താമസിക്കില്ല, പേടിച്ചിട്ട്. അപ്പൊ മുത്തശ്ശി താമസിക്കുന്നിടത്ത് ആര് വന്നു? ഈ മണികണ്ഠൻ വന്നിട്ട് അന്നേ ദിവസം അന്തി ഉറങ്ങാനുള്ള ഒരു കാര്യം ചോദിച്ചു. ഉടനെ മുത്തശ്ശി ആ ഉണ്ണിയായിട്ടുള്ള മണികണ്ഠനെ ഈ വീട്ടിൽ അന്തി ഉറങ്ങാൻ വേണ്ടി അവസരം കൊടുത്തു. അങ്ങനെയാണ് അന്നത്തെ ദിവസം ഇവിടെ താമസിച്ചത്. അതിനുശേഷം മഹിഷിയെ നിഗ്രഹിച്ച് തിരിച്ച് വീണ്ടും ഈ മുത്തശ്ശിയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, തന്റെ വാള്, അന്ന് മഹിഷി നിഗ്രഹത്തിനായിട്ട് ഉപയോഗിച്ച വാള് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇത് അങ്ങയുടെ കുടുംബത്തിന് എന്നും ഐശ്വര്യം ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാള് ഇവിടെ വെച്ചു എന്നാ പറയുന്നത്. ആ വാളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ ഇവിടെയാണ്, ഈ അറയുടെ ഉള്ളിലാണ് വാളുള്ളത്. അവിടെ കാണുന്ന വാളാണ്. അത് ഇപ്പം കുറച്ച് പോളിഷൊക്കെ ചെയ്തിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. മുമ്പൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ച് പോളിഷൊക്കെ ചെയ്തിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് അല്ലല്ല, അത് മാറ്റില്ല. ഇത് അന്നത്തെ പത്തായാണ്. ആ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പത്തായുണ്ട്. അപ്പോൾ ഇതൊക്കെ പഴയ നിർമ്മിതികളാണെങ്കിലും മേൽക്കുരിയൊക്കെ പലതവണ മാറിയിട്ടുണ്ട്. ആദ്യം വട്ടകങ്ങൾ വരുമ്പോൾ ഇതൊക്കെ പുൽപ്പുരയായിരുന്നു, പുല്ലിൻ്റെ ഇതായിരുന്നു. പിന്നീട് അത് തീ പിടിച്ചിരുന്നു. വിളക്കിൽ നിന്ന് തീ പിടിച്ചിട്ട് കത്തി നശിച്ചതിന് ശേഷം കുറേ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ച് കുറേ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇത് തറയും മറ്റു കാര്യങ്ങളൊക്കെ അന്ന് ഈ കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഉയരത്തിൽ ഹൈറ്റിൽ ഒരു തറയിലൊക്കെ അതിൻ്റെ മുകളിലാണ് വീടുണ്ടാക്കുന്നത്. അതാണ് ഈ വീടിന്റെ തന്നെ പ്രത്യേകത. ഗൈസ്, കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഈ ഒരു കാര്യങ്ങളൊന്നും അച്ഛൻ്റെ അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല ഗൈസ്. പക്ഷെ അച്ഛനെല്ലാം പെരിയ ആള്, 20 കൊല്ലം കണ്ണൂരിൽ നിന്നേ ശബരിമലയിലേക്ക് നടന്നു പോയ ആളാണ്. ഈ ഒരു ചരിത്രത്തിൽ ഞാനായിട്ട് പറഞ്ഞ് തെറ്റിപ്പോകുന്നതിനെക്കാട്ടി നല്ലല്ലേ അച്ഛൻ പറഞ്ഞു തരുന്നത്. അപ്പം ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്, നമ്മുടെ കാട്ടിലേക്കുള്ള നടത്തം ഇവിടെ ആരംഭിക്കുകയായി.
ഏകദേശം അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇരുമ്പൂന്നിക്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. അവിടെ ഫ്രീ ആയിട്ട് അയ്യപ്പന്മാർക്കായിട്ട് കഞ്ഞി കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് കരിമല വഴി പോകുമ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു കഞ്ഞി കിട്ടാറുണ്ട്. നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് നടന്നു വന്നതിന് ശേഷം ഈ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ ആ ഒരു സുഖമില്ലേ, അതൊന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഗൈസ്. ആ ഒരു കഞ്ഞിയെല്ലാം കുടിച്ചതിൻ്റെ ആരോഗ്യത്തിൽ നമ്മൾ വീണ്ടും നടത്താൻ ആരംഭിച്ചു. അപ്പം നമ്മൾ മല കയറുമ്പോൾ ആരെങ്കിലും പുറകിലായിട്ടായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള സിഗ്നലെല്ലാം ഉണ്ട്. സ്വാമിയേ ഇതെല്ലാവർക്കും ഒരേ സ്പീഡിൽ നടക്കാൻ പറ്റണമെന്നില്ലല്ലോ. അഥവാ ആരെങ്കിലും കൂട്ടം തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒച്ചത്തിൽ സ്വാമിയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ കൊടുത്തോളൂ. അങ്ങനെ ഇത്രയും നേരം തണലുള്ള ഭാഗത്തൂടെ നടന്ന് നമ്മളിപ്പോൾ കുറച്ച് വെയിൽ കൂടിയ ഭാഗത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്ര വലുതായിട്ടൊന്നും വെയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ മുമ്പെല്ലാം പോകുന്ന ടൈമിലുണ്ടായ അനുഭവം ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അമ്മാതിരി വെയിലായിരിക്കും ഉണ്ടാകും. നമ്മൾ ഉച്ച സമയത്തായിരിക്കും മുമ്പ് ഇതുവഴി പോകാറുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് നമുക്ക് അത്ര വലുതായിട്ടൊന്നും വെയിൽ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഗൈസ് ഇത്. തലയിൽ വലിയൊരു കെട്ടുണ്ടെങ്കിലും ഈ ഒരു കാഴ്ചകളെല്ലാം കാണുമ്പോൾ നമുക്ക് ആ വേദനയൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ വേദനയെല്ലാം ഫീൽ ചെയ്യേണ്ട സമയം വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ മല കയറാൻ തുടങ്ങിയില്ല ഗൈസ്. ആദ്യത്തെ മലയായ അഴുതാമല കയറണ്ടെങ്കിൽ ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. ഈ ഒരു നടത്തം നേരെ ചെന്നെത്തിയത് കാളകെട്ടിയിലായിരുന്നു. പക്ഷെ ഇത്രയും ദൂരം നടന്നു വന്ന ക്ഷീണത്തിൽ ഞാൻ അടുത്ത വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് ഗൂഗിളിൽ നിന്ന് കിട്ടിയ 2 ഫോട്ടോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും നടന്നു. അങ്ങനെ നടന്ന് നമ്മൾ അഴുതാ നദിക്കരയിൽ എത്തിച്ചേർന്നു. ഈ ശബരിമല റൂട്ട് മുഴുവനായി നോക്കിയാൽ അവിടെ ആകെ വൃത്തിയുള്ള ഒരേ ഒരു പുഴ ഇത് മാത്രം. അതിനടുത്തുള്ള ഒരു ഷെഡിൽ നമ്മൾ വിരിവെച്ചു. ശേഷം അഴുതിയിൽ മുങ്ങിയിട്ട് നമ്മളൊരു കല്ലെടുത്തു. ഗൈസ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് സ്റ്റോറി ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ ചുരുങ്ങിയ സമയമൊന്നും മതിയാവില്ല. ഗൈസ് പിന്നെ ഒരു കാര്യം, ഈ അയ്യപ്പൻ, മണികണ്ഠൻ, ശാസ്താവ് ഈ പറയുന്നവര് മൂന്ന് ആൾക്കാരാന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ശബരിമലയുടെ പൂർണ്ണമായ ചരിത്രം ഉൾക്കൊള്ളുന്ന ശബരിമല സർവസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം വേണ്ടവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പം നമ്മൾ നമ്മുടെ ആദ്യത്തെ മല ഇവിടെ കയറാൻ പോവുകയാണ്. അതേ ഗൈസ്, അഴുതാമല. ഗൈസ് അപ്പോൾ അതിനിടയ്ക്ക് കണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മല കയറുന്ന ടൈമിൽ കുറേ ആൾക്കാർ സൈഡത്തെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് കാണുന്നുണ്ട്. അത് ഓൾറെഡി പൊരിഞ്ഞു വീണ മരം മുറിച്ച് മാറ്റിയതാണോ ഇല്ലെങ്കിൽ വേറെ പേഴ്സണൽ ആവശ്യത്തിന് മുറിച്ച് മാറ്റിയതാണോ എന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. ഗൈസ് അപ്പോൾ ഒരുപാട് നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മളെ കല്ലിടാംകുന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ താഴത്തെ അഴുതാ നദിയിൽ നിന്ന് എടുത്ത കല്ല് ഇവിടെ കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഓൾറെഡി കുറേ ആൾക്കാർ കല്ലിട്ടിട്ടിട്ടിട്ട് അതൊരു കുന്ന് പോലെ ആയിട്ടുണ്ട്. കല്ലിടാംകുന്ന് അഴുതാമലയുടെ മുകളിലാണ് ഈ കല്ലിടാംകുന്ന് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ അഴുതയിൽ നിന്നും മുങ്ങിയെടുത്ത ആ കല്ല് ഈ മലയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ഈ സ്ഥലത്താണ് നിക്ഷേപിക്കുന്നത്. എന്ന് വെച്ചാൽ മഹിഷി എന്ന് പറയുന്ന രാക്ഷസിയെ കൊന്നിട്ട് അതിലെ മണ്ണും മലയും മരങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അയ്യപ്പനും അല്ലെങ്കിൽ മണികണ്ഠനും ഭൂതഗണങ്ങളും നിക്ഷേപിച്ചു. അങ്ങനെയാണ് ഇത് വലിയൊരു കുന്നായി മാറിയെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള മഹിഷിയായിട്ടുള്ള അഹങ്കാരം, ഞാനെന്ന ഭാവം, അതുപോലെ തന്നെ ഞാനാണ് വലിയവൻ എന്നുള്ളൊക്കെ ചിന്ത ഉണ്ടാവില്ല, ഞാനെന്നുള്ള ആ ചിന്തകളൊക്കെ ഇവിടെ ഒഴിവാക്കിയിട്ട് ഇവിടെ നമ്മുടെ ഉള്ളിലുള്ള ആ മഹിഷത്തിനെയാണ് നമ്മളിവിടെ കല്ലിട്ട് മൂടുന്നത് എന്നുള്ള സങ്കല്പത്തിൽ കല്ല് നമ്മൾ നിക്ഷേപിക്കുക. എന്നിട്ട് നമ്മളിവിടെ കർപ്പൂരം കത്തിച്ച് ശരണം വിളിക്കുമെന്നാണ് കണക്ക്. ശരണയ്യപ്പോ
ശരണമായി അപ്പോൾ ഗൈസ്. അപ്പം എൻ്റെ കല്ലും ഞാൻ അവിടെ നിക്ഷേപിച്ചു ഗൈസ്. അപ്പം ഇനിയും നടത്തം തന്നെ. അപ്പം ഇതൊന്നും അല്ല അഴുതേൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത്. ടോപ്പ് എത്തിയില്ല, ഇനിയും പോവാൻ. ഇപ്പം ഈ വീഡിയോയിൽ കണ്ട പോലെ ഒന്നല്ല. വീഡിയോയിൽ പെട്ടെന്ന് കല്ലിടാൻ കൊന്ന് എത്തി. നമ്മൾ എത്ര നടന്നറിയാം. നടന്നൊരു ഊപ്പാട് വന്നു. ഇത് പരന്ന നേരെയുള്ള വഴിയല്ലല്ല, കുത്തിനെയുള്ള കയറ്റല്ലേ. ഇത് കാലിലാണെങ്കിൽ ചെരുപ്പില്ല, തലയിലാണെങ്കിൽ വലിയ കെട്ടും. നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് നമുക്കേ പറഞ്ഞാൽ മനസ്സിലാവില്ല ഗൈസ്. ഗൈസ് അപ്പം അങ്ങനെ കുറച്ച് ദൂരം കൂടി നടന്നപ്പം അഴുതാ മുകളായ ഇഞ്ചിപ്പാറ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഇഞ്ചിപ്പാറ കോട്ട എന്ന് പറഞ്ഞ സ്ഥലമല്ല, അയ്യപ്പനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ്. കന്നിസ്വാമിമാരായി വരുന്നവര് അവിടെ തേങ്ങ അടിക്കാനുണ്ട്. ഈ കന്നിസ്വാമി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നീലിമല വഴി ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും കരിമല വഴി ഇതുവരെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ കന്നിസ്വാമി തന്നെ. അങ്ങനെയുള്ള സ്വാമിമാർ ഇവിടെ തേങ്ങ അടിക്കേണ്ടതായിട്ടുണ്ട്. ഈ തലയിൽ കെട്ടുവെക്കേണ്ട ചില ടെക്നിക്കെല്ലാം ഗുരുസ്വാമി അടുത്ത ചില തെലുങ്ക് സ്വാമിമാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ ഗൈസ്, ഈ സൈഡ് സഞ്ചി നമ്മളെ തോളിലായിട്ട് വെക്കുമ്പോൾ നമ്മളെ തോളെല്ലാം മുറിഞ്ഞ് പൊട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതേസമയം അത് നമ്മൾ ഇരുമുടിക്കെട്ടിന്റെ മുകളിലായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഇരുമുടിക്കെട്ടിന് ഒരു ബാലൻസ് ആയി നമ്മളെ കൈയും ഫ്രീ ആയി. ഗൈസ് അപ്പോൾ അടുത്തത് അഴുതാമല ഇറക്കമാണ്. ഈ ഇറക്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി കയറ്റത്തിനെക്കാട്ടും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് തോന്നിയത് ഈ ഇറക്കാണ്. കുറച്ച് പ്രായമുള്ളവർക്ക് അങ്ങനെ ആയിരിക്കില്ല. അവർക്ക് ഇറക്കായിരിക്കും കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നും. അവർക്ക് നമ്മളെ പോലെ ചാടിത്തുള്ളി ഇറങ്ങാൻ പറ്റൂലല്ലോ. ഇനി ഈ ഒരു അഴുതാ ഇറക്കത്തിന് തന്നെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. മെയിനായിട്ട് മഴ. ഈ അഴുതാ ഇറക്കിറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം മഴ പെയ്തിട്ടുണ്ടായത്. കയറി നിൽക്കാൻ ഒരു ഷെഡ് കൂടി ഉണ്ടാവില്ല. പക്ഷെ പ്രധാന പ്രശ്നം അതല്ല, മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടയിളകും. നമ്മൾ നിലത്തൊരു സെക്കൻഡ് കാലുകുത്തുമ്പോൾ തന്നെ 100 കണക്കിന് അട്ടയിരിക്കും ഒരുമിച്ച് ചാടി കയറുന്നുണ്ടാവും. മുമ്പ് 2 തവണ ഇതേപോലെ അഴുതി ഇറങ്ങുമ്പോൾ ഇതേപോലത്തെ ദുരന്തം പിടിക്കേണ്ട മഴ അനുഭവം ഉണ്ടായിട്ടുള്ളത്. മെയിനായിട്ട് ആ ടൈമിൽ പ്രായമുള്ള പെണ്ണുങ്ങൾ വരെ ഉണ്ടായിന്. എത്ര ആൾ നിരങ്ങി അടിച്ച് വീണ് അറിയാം. ആ കണക്കിന് ഈ കാലാവസ്ഥേനെല്ലാം സ്വർഗ്ഗന്നേ പറയാൻ പറ്റുള്ളൂ. മെയിനായിട്ട് അടുത്ത ചില മരത്തിന്റെ വലിപ്പെല്ലാം കാണണം കേസ്. ഒരു 20 ആൾ പിടിച്ചാൽ പോലും ഒതുങ്ങാത്ത ടൈപ്പ് മരങ്ങൾ. ഇതെല്ലാം ഇങ്ങനത്തെ കാട്ടിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇതെല്ലാം എപ്പം വെട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ പോരെ. ഇതെല്ലാം എന്ത് ടൈപ്പ് മരാമോ, ഇതിലെല്ലാം വലിപ്പം കണ്ട. ഇതിന്റെ വേരിന്റെ ഇടകലം വേണ്ടി നമുക്കൊരു ഷെഡ് കെട്ടി താമസിക്കാം. അത്രക്കും വലിപ്പമുണ്ട് ഗൈസ്. നമ്മുടെ ഈ നടത്തം നേരെ ചെന്നെത്തിയത് മുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് പോയ ടൈമിലെല്ലാം മുക്കുഴി എന്ന് പറയുന്ന ഈ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെ നല്ല കിടക്കാനുള്ള സൗകര്യം, കുളിമുറിയും ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ താമസിക്കുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ സമയം 2 മണി മാത്രമേ ആയി. മിക്കവാറും ഒരു 6-8 കിലോമീറ്റർ കൂടി പോയിട്ട് പുതുശ്ശേരി 6 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ വിരിവെക്കുക. ഇപ്പൊ തൽക്കാലം നമ്മൾ ഇത്രയും നേരം നടന്നു വന്നതിന്റെ ക്ഷീണമെല്ലാം തീർക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ചായ കുടിച്ചു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വാങ്ങുന്നതിന്റെ ഇരട്ടി പൈസ ആയിരിക്കും ഇവിടുത്തെ സാധനങ്ങൾ. MRP 10 രൂപയുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ ഇവിടെ അതിന് 15-20 കൊടുക്കേണ്ടി വരും. ഈ മലയെല്ലാം കയറ്റി വരുന്നതിന്റെ ലോഡിംഗ് ചാർജ് അതായിരിക്കും. പക്ഷെ ക്ഷീണം ഉണ്ടാകുമ്പോൾ പൈസ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ടോയ്ലറ്റ് പോകാനും കുളിമുറിക്കലും ഒരു 15-25 രൂപയെല്ലാം വാങ്ങുന്നത്. അതിന്റെ അർത്ഥം നമുക്ക് ഇതുവരെ അറിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നടന്നു. സമയം 2 മണി ആയിട്ടില്ലെങ്കിലും 2 ദിവസം നടന്ന ഫീൽ നമുക്കുണ്ട്. കാലെല്ലാം ഒരു വകയായിട്ടുണ്ടായി. ഇപ്പം നടന്നിട്ടുണ്ടെങ്കിൽ നാളെ അത്രയും ദൂരം കുറഞ്ഞിട്ടില്ലോ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പം നടക്കുന്നത്. തലയിലുള്ള കെട്ടിന്റെ അല്ല കേസ്, കാലാണ് വല്ലാണ്ട് വേനെടുക്കുന്നത്. വെറുതെ അല്ല, മാലിട്ട ടൈമിലെല്ലാം ചെരുപ്പിടാണ്ട് കിടക്കണം എന്ന് ആൾക്കാർ പറയുന്നു. അപ്പപ്പുരിയില്ലേ അനയിപ്പുരി. ഇത് പോകുന്ന വഴിക്കെല്ലാം ആനപ്പിണ്ടും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. എപ്പാന്ന് ആനയോ പുലിയോ എന്തെങ്കിലും മേത്ത് ചാടി പോകുന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇല്ല കേസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ് നമുക്ക് ഇൻഫർമേഷൻ തരും. അവരങ്ങോട്ടേക്ക് കയറ്റി വിടും. ഈ ഒരു നടത്തത്തിന് ഒരു അന്ത്യമില്ലെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് പോകുന്നു. മുമ്പ് ഇത്രയും ദൂരം ഉണ്ടായില്ല, ഇപ്പം ദൂരം കൂടിയാ കേസ്. ഞാൻ ഒരു സത്യം പറയാൻ, നിങ്ങൾ ശബരിമലക്ക് മറ്റൊരു വഴി പോയിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു വഴി തന്നെ പോകണം, എന്നാലും നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആവുമല്ലോ. മറ്റേ സ്ഥലത്തിൽ എന്ത് ഫുൾ ഒച്ചപ്പാടും കച്ചറെല്ലായിട്ട് ഈ ഒരു ഫോറസ്റ്റിന്റെ ഈ ഒരു കാടിന്റെ ആ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം നിങ്ങൾ ഫീൽ ചെയ്യണം കേസ്. സംഭവം ഫുള്ള് കാലുവേദനയും കഷ്ടപ്പാടെല്ലാം ആണെങ്കിലും എന്തോ ഒരു ഇതിനോട് ഇഷ്ടം നമുക്ക് തോന്നും. കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ മറ്റേ വഴിനെക്കാട്ടി എത്രയോ ഫാർ ബെറ്റർ ആണ് ഈ വഴി. പിന്നെ നല്ലൊരു ഗുരുസ്വാമിന്റെ പേരെ തന്നെ പോണേ, അല്ലെങ്കിൽ രാത്രി കാട്ട് കിടക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഒരുപാട് നേരം നീണ്ടു നിന്ന യാത്ര പുതുശ്ശേരി 6 വന്നെത്തി. ഇന്ന് രാത്രി ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ബാത്റൂം പോകാൻ നമുക്ക് പേടിയാവുകൊണ്ട് ഞാൻ പോകില്ല. കുളിക്കാനായിട്ട് ഇവിടെ വേറൊരു അരുവിയുണ്ട്. പിന്നെ ഇവിടുത്തെ കിടക്കേണ്ട സൗകര്യം കാര്യങ്ങളൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടം പിടിക്കേണ്ട. ഇതൊരു കാടാണ്, ഇവിടെ ആരും ലോഡ്ജൊന്നും ഉണ്ടാക്കി ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ കാട്ടിൽ അട്ടേനെ കാണാത്തവർക്കായിട്ട് ഇതാണ് അട്ട. നമ്മളെ കൂട്ടത്തിൽ വന്ന ഒരാളെ കാലിൽ കടിച്ചു. പിന്നെ ഇത്രയും നേരം നടന്നു വന്നവരുണ്ട്, അതിന്റെ കാലിന്റെ അവസ്ഥ നോക്കി കല്ലും മുള്ളും കാലിന്റെ മെത്തയല്ല ഞാൻ പറയുന്നില്ല. അങ്ങനെ അന്നൊരു ദിവസം നമ്മൾ അവിടെ താമസിച്ചു. ഇന്ന് രാവിലെ മുതൽ നമ്മൾ വീണ്ടും നമ്മുടെ നടത്തം ആരംഭിച്ചു. പക്ഷെ അഴുതാമല ഇറക്കമല്ല, കരിമല കയറ്റം. അതെ ഗൈസ്, കരിമല ഇവിടം തൊട്ട് ആരംഭിക്കുകയായി. ദുരന്തം പിടിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി ഭയങ്കര മഴയാണ് ഉണ്ടായത്. ഇനി മല കയറൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഇന്നലെ നല്ലോണം പെയ്തുകൊണ്ട് അതിനനുസരിച്ച് അട്ടയും നല്ലോണം ഇളകിയിട്ടുണ്ട്. അട്ട ഇളകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, എവിടെയെല്ലാം വന്ന് കടിക്കുന്നു പറയാൻ. ഇനി കരിമല കയറുമ്പോൾ വീഡിയോ എടുക്കാൻ അത്ര പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് നിൽക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ അട്ടയായിരിക്കും മേത്ത് കയറും. എനിക്ക് പേഴ്സണലി അഴുതാമലേനെക്കാട്ട് എത്രയോ ടഫായിട്ട് തോന്നിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ലല്ലോ, അഥവാ റെസ്റ്റ് എടുക്കാനിടയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അട്ട അടിക്കും. അതുകൊണ്ട് തന്നെ ശരണവും വിളിച്ച് നല്ല സ്പീഡിലാണ് നമ്മൾ നടക്കുന്നത്.
ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ കരിമല കയറി കഴിഞ്ഞു. കരിമല മുകളിൽ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് കയറി തീർന്ന പോലെ തോന്നുന്നുണ്ടാവും, പക്ഷേ അത് തോന്നൽ മാത്രമാണ്. ഇപ്പം നമ്മൾ അവിടുത്തെ ഒരു ഷെഡിൽ വിശ്രമിക്കുന്നു. മുമ്പിൽ ഇവിടെ എത്തുമ്പോൾ ഒരു കഞ്ഞി കിട്ടാറുണ്ട്, കരിമല കഞ്ഞി. എജ്ജാതി ടേസ്റ്റ് അതിന് അറിയാം. പക്ഷെ നമ്മൾ രാവിലെ തന്നെ അവിടെ നിന്ന് വിട്ടുകൊണ്ട് കഞ്ഞി ആയിട്ടുണ്ടായിട്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കരിമല വഴി പോകുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാത്തൊരു സ്ഥലം കരിമല മുകളിലുണ്ട്. അതെ ഗൈസ്, സാക്ഷാൽ മണികണ്ഠൻ നിർമ്മിച്ച ഒരു കിണറും കുളവും. ഗൈസ് അപ്പം അതിന്റെ പ്രോപ്പർ ഹിസ്റ്ററി പറയണമെങ്കിൽ കുറേ ടൈം എടുക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് നമ്മളെ ദാഹെല്ലാം മാറ്റി. എന്നാൽ ഇത്രയും വലിയൊരു മലമണ്ടക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത്ഭുതമല്ലേ ഗൈസ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കൊടും വേനലിലും ഇവിടുത്തെ വെള്ളം വറ്റൂല. പിന്നെ കന്നിസ്വാമിമാരായവർക്ക് അവിടെ തേങ്ങ അടിക്കാനുണ്ട്. പക്ഷേ ഗൈസ് അതിനിടക്ക് നമ്മൾ ഇറങ്ങാൻ പോകുമ്പോൾ തന്നെ വീണ്ടും മഴ പെയ്ത്. ഇത് എന്തൊരു കഷ്ടം നോക്കണം മനുഷ്യന്മാരെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ പേടിക്കാനില്ല ഗൈസ്, നമ്മളടുക്ക് മഴ നനയാതിരിക്കാനുള്ള ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജിയെ നമ്മൾ കൊരമ്പ എന്ന് വിളിക്കും. അത് ഇടിച്ചായിരിക്കും ഇനി നമ്മൾ പോകും. അങ്ങനെ ആ പറയുന്ന കൊരമ്പയിലിട്ട് നമ്മൾ സെറ്റായി. ഇനി അടുത്തത് കരിമല ഇറക്കം. പിന്നെ ഈ കരിമല ഇറക്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ഗൈസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വഴുക്കുണ്ടാവും. ഞാൻ കരിമല ഇറക്കത്തിൻ്റെ വീഡിയോസ് ഞാൻ അത്രയും എടുത്തിട്ടു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് മഴ, എൻ്റെ ഫോൺ വാട്ടർ റെസിസ്റ്റൻ്റ് ഒന്നും അല്ല. അങ്ങനെ നമ്മൾ നടന്ന് ഇപ്പോൾ പമ്പയിലെത്താനായിട്ടുണ്ട്. പമ്പയിലെത്തിയതും നമ്മൾ ഇത്രയും നേരം കണ്ട ശാന്തമായ അന്തരീക്ഷമെല്ലാം മാറി കംപ്ലീറ്റ് ഒച്ചപ്പാടും പേളും മാത്രം. പിന്നെ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റെല്ലാം വരുന്നുണ്ട്, ഫോണും പേൾസും കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുക എന്നുള്ളതിന്. ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്, പെട്ടെന്ന് ശ്രദ്ധയായിട്ട് എന്ന് എടുത്തുകൊണ്ട് പോകുമെന്നും പറയാൻ കഴിയില്ല. സത്യം പറഞ്ഞ പേടിയെങ്കിൽ ഇരുന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു വകയായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അവിടെ അത്യാവശ്യം സൗകര്യമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കെട്ടെല്ലാം ഇറക്കി വെച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത് ഗൈസ്. പിന്നെ പമ്പയിൽ നമുക്ക് കർമ്മം ചെയ്യാനുണ്ട്. ഇത് എത്ര കൊല്ലം വന്നവരായാലും പമ്പയിൽ നിന്ന് കർമ്മം ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പമ്പാ നദീൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് ഗൈസ് ഞാൻ ഞെട്ടിയത്. ഇത് ഒന്നും വെള്ളമൊന്നുമില്ല, നമ്മളെ മുട്ടിൻ്റെ അത്ര കൂടി വെള്ളമില്ല. എല്ലാം വറ്റി വരേണ്ട ഒരു വകയായിട്ടുണ്ട് ഗൈസ്. നമ്മളവിടെ നിലത്ത് കിടന്ന് ഉരുണ്ടാ പോലും വൃത്തിക്ക് മുങ്ങാൻ കഴിയുന്നില്ല. ഇതൊന്നും ഇങ്ങനെയും വറ്റിപ്പോയി. നമ്മൾ ഈ പമ്പേൻ്റെ മാത്രമല്ല, നമ്മൾ വരുന്ന വഴി കണ്ട എല്ലാ അരുവിൻ്റെയും നദീൻ്റെയും അവസ്ഥ ഇതേ രീതി തന്നെയാണ്. നമ്മൾ മുമ്പ് കണ്ടതിനെക്കാട്ടി ഒരുപാട് വെള്ളം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഗ്ലോബൽ വാർമിംഗ്, പ്രകൃതിയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നീട് നമ്മൾ നേരെ പോയത് പമ്പ ഗണപതിയെ കാണാനായിരുന്നു. പക്ഷേ ഇവിടെ ക്യാമറ യൂസ് ചെയ്യുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് എല്ലാം ഉണ്ട്. ഇത് എപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഗൈസ്. എപ്പോൾ ഒരു അമ്പലത്തിനുള്ളിൽ കയറുമ്പോൾ ക്യാമറ അത് വല്ലാത്തൊരു പ്രശ്നമാണ് ഗൈസ്. അപ്പം നമ്മുടെ അവസാനത്തെയും മൂന്നാമത്തെയും മല കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അതെ ഗൈസ്, നീലിമല. അപ്പം ഗൈസ് ഇനി സംസാരവും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഒച്ചത്തിൽ ശരണവും വിളിച്ച് നമ്മൾ മല കയറാൻ തുടങ്ങി. ശരണം സ്വാമി ശരണം ഭഗവതിയേ ഭഗവാനേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ ഈ മലകേറ്റം ഭഗവാനേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ ശരണം അയ്യപ്പോ അയ്യപ്പോ ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവതി മാരേ ഭഗവതി മാരേ ഭഗവാൻ മാരേ Malipuram temple premises. Devotees are requested to have Annadana and have the blessing of. അതിനിടയ്ക്ക് തന്നെ അപ്പാച്ചിമേട്ടിലും ഇപ്പാച്ചിമേട്ടിലും ഭൂതഗണങ്ങൾക്കായിട്ടുള്ള ഉണ്ടേറ്, അതായത് കന്നിസ്വാമിമാർ മാത്രം ചെയ്യേണ്ടതാണ്. പിന്നെ കന്നിസ്വാമിമാരെന്നെ ശരം കുത്തിയാലിൽ ശരവും കുത്താനുണ്ട്. ഈ വരുന്ന യാത്രയിൽ തന്നെ നിരവധി ചടങ്ങുകളുണ്ട്. പക്ഷെ അതെല്ലാം എനിക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. ഉദാഹരണത്തിന് പമ്പയിലും ശബരിപീഠത്തിലും തേങ്ങയടിക്കാനും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അത് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഹിന്ദുക്കൾ മാത്രമല്ല കാണുന്നത്, മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് പോലും ഇത് മനസ്സിലാവണമെന്നില്ല. ഞാൻ എൻ്റെ 10 വർഷം പോയതിന്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞത് മാത്രമാണ്. ഏതായാലും നമ്മുടെ യാത്ര ഇവിടെ അവസാനത്തോടടുക്കുകയാണ്. ഇപ്പോൾ 18-ാം പടി കയറേണ്ട വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്നത്. പക്ഷെ പ്രതീക്ഷിച്ചത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. കുറേ ആൾ 24 മണിക്കൂർ കൂടുതലെല്ലാം ക്യൂവിൽ നിന്ന് കഷ്ടപ്പെട്ട കഥയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് നടന്നു വന്ന ആ ഒരു ലക്ഷ്യം ഇവിടെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ 18 പടികളും കയറാൻ വേണ്ടി ഞാൻ പോവുകയാണ്. అందరూ అయ్యప్ప భక్తులకు 9వ దేవస్వం బోర్డు జరుగుతున్న
ക്ഷമിക്കണം ഗൈസ്, എനിക്ക് ഇത്ര വരെ മാത്രമേ കാണിക്കാൻ കഴിയൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെന്റ് എല്ലാം വരുന്നുണ്ട്, സന്നിധാനത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെ ഫോൺ പിടിച്ചു വാങ്ങുന്നു. സോ യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ ലക്ഷ്യം ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ആ ഒരു കാഴ്ചയെ തന്നെ അയ്യപ്പനെ ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടു. ഏതായാലും സന്തോഷമായി ഗൈസ്, ഒരുപാട് നേരം ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ലല്ലോ. പക്ഷെ അതിനുശേഷം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂം എടുക്കാനുള്ള ചില ബുദ്ധിമുട്ട്. അങ്ങനെയല്ല, അച്ഛനെ ചില ഇൻഫ്ലുവൻസ് എല്ലാം വെച്ചിട്ട് റൂം ഓൾറെഡി ബുക്ക് ആയി. പക്ഷെ ഒരുപാട് നേരം ഒരു ഗതികെട്ട ക്യൂ നിൽക്കേണ്ടി വന്നു ഗൈസ്. ആ തൊഴാൻ പോകേണ്ട സമയത്ത് കൂടി ഇത്രയും വില ക്യൂ നിൽക്കേണ്ടി വന്നു. ക്യൂ നിൽക്കാൻ പോയത് അച്ഛനാണെങ്കിലും നമ്മൾ കുറേ നേരം അച്ഛനെ കാത്തുനിന്നും എടുത്തു. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം അവിടുത്തെ സഹ്യാദ്രി എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിൽ നമുക്ക് ഒരു റൂം കിട്ടി. റൂമെല്ലാം കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. ശേഷം നമ്മൾ ഇരുമുടിക്കട്ടിൽ അയച്ച് അതിൻ്റെ സാധനങ്ങളെല്ലാം സെറ്റാക്കുന്ന തിരക്കിലായിരുന്നു. നെയ്ത്തേങ്ങെല്ലാം പൊട്ടിച്ചൊഴിച്ചു തുടങ്ങി. ഇനി തിരിച്ചിറങ്ങുമ്പോൾ ഒരു കെട്ടിന്റെ കുറവുണ്ടാവും. പിന്നെ സന്നിധാനത്ത് ഫുഡ് കഴിക്കാൻ പോകാന്ന് പറയുന്നത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്തൊരു തിരക്കാണ് ഗൈസ്, എന്തോ ഭയത്തിന് നമ്മൾ കൂളായിട്ട് ഇടക്കുക. നെയ്യഭിഷേകവും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ അന്ന് രാത്രി സുഖമായി ഉറങ്ങി. പക്ഷെ ഒരുപാട് നേരം നമുക്ക് ഉറങ്ങാൻ കഴിയില്ല, നാളെ രാവിലെ നമുക്ക് തിരിച്ചിറങ്ങണ്ടേ ഗൈസ്. അപ്പം സമയം പുലർച്ചയായി, നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അതിസാഹസികമായി 18-ാം പടീന്റെ സൈഡിൽ തേങ്ങ അടിച്ച് നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അയ്യപ്പനോടും സന്നിധാനത്തോടൊക്കെ യാത്ര പറയാൻ സമയമായി. യെസ് ഗൈസ്, വി ആർ ലീവിങ്. പക്ഷെ നമ്മൾ കയറി വന്ന വഴിയിലൂടെ അല്ല ഗൈസ് തിരിച്ചു പോകുന്നത്, വേറൊരു വഴി ഇറുക്ക്. അതെ ഗൈസ്, നമ്മൾ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് തിരിച്ചിറങ്ങുന്നത്. മറ്റേ കുത്തനിയുള്ള ഇറക്കിറങ്ങുന്നതിനെക്കാട്ടി എത്രയോ ഭേദമായി. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മലയിൽ ഇറങ്ങി ഇപ്പൊ പമ്പയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തേക്ക് നമുക്ക് പമ്പേനോടും വിട പറയാം. ഇനി നേരെ ബസ് സ്റ്റാൻഡിലേക്ക്. പക്ഷെ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കല്ല പോകാൻ പോകുന്നത്, പന്തളത്തേക്കാണ് ഗൈസ്. അവിടെ പോകുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട്, അത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഗൈസ്, അപ്പോൾ പമ്പയിൽ നിന്ന് ഡയറക്റ്റ് പന്തളത്തേക്ക് ബസ് കുറവാണ്. അവിടെ തന്നെ മറ്റൊരു പ്രൈവറ്റ് ബസ്സിൽ കൂടി കയറിയിട്ടാണ് നമ്മൾ പന്തളത്ത് എത്തിയത്. പിന്നെ നമ്മൾ പന്തളത്ത് വന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിൽ ഷോപ്പിംഗ് എന്ന് പറയാം. നിരവധി സാധനങ്ങളും കാര്യങ്ങളെല്ലാം വാങ്ങാൻ പറ്റിയ നിരവധി കടകൾ ഇവിടെ ഉണ്ട്. പക്ഷെ പ്രധാന കാരണം അതൊന്നുമല്ല, നമ്മൾ ഇവിടെ അരവണ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ശബരിമലക്ക് പോയി വന്നിട്ട് അരവണ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ മോശം. പക്ഷെ അത് സന്നിധാനത്ത് നിന്ന് വാങ്ങാണ്ട് ഇവിടുന്ന് വാങ്ങാനും ഒരു കാരണമുണ്ട്. അതെ ഗൈസ്, സന്നിധാനത്ത് 100 രൂപക്ക് വെക്കുന്ന അരവണ ഇവിടെ വെറും 65 രൂപക്ക് കിട്ടും. പൈസയിൽ മാത്രമല്ല ഗൈസ്, ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട്. സന്നിധാനത്ത് നിന്ന് വാങ്ങുന്ന അരവണേനെക്കാട്ട് എത്രയോ ഫാർ ബെറ്റർ ആണ് ഈ അരവണ. അനുഭവം കൊണ്ട് പറയുന്നത് സന്നിധാനത്ത് വാങ്ങുന്ന അരവണയെല്ലാം പെട്ടെന്ന് അത് കട്ട പിടിച്ച് പൂപ്പൽ വരും. പക്ഷെ ഇതങ്ങനെ കട്ട പിടിക്കില്ല, നല്ല സോഫ്റ്റ് അരവണ. പക്ഷെ നിങ്ങൾക്ക് സന്നിധാനത്ത് അതേ അരവണ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ കിട്ടും. അതിനും 65 രൂപയുള്ളൂ. ഇനി പന്തളം ക്ഷേത്രത്തിൽ തന്നെ ശബരിമലയിൽ പോകേണ്ട തിരുവാഭരണവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മളവിടെ കുറേ നേരം വിശ്രമിച്ചു. ഇന്ന് രാത്രിയാണ് ചെങ്ങന്നൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള ട്രെയിൻ. അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കാൻ ഒരുപാട് സമയം ബാക്കിയുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു, പന്തളത്തെ പുഴയിൽ നിന്ന് കുളിക്കുകയും ചെയ്തു. പക്ഷെ ഫുഡിന്റെ ക്യൂ എല്ലാം ഭീകരം തന്നെയായിരുന്നു ഗൈസ്, അത്രക്കും തിരക്കുണ്ടായി. അവിടെ നിന്ന് തന്നെ നമ്മൾ പന്തളം കൊട്ടാരവും കൂടി കാണാൻ പോയി. കംപ്ലീറ്റ്ലി മണികണ്ഠനുമായിട്ട് ബേസ് ചെയ്യുന്ന കൊട്ടാരമാണ് ഈ പറയുന്ന പന്തളം കൊട്ടാരം. ഇപ്പൊ കാലത്തിൻ്റെതായ ചില മോഡിഫിക്കേഷൻസ് ഇതിന് വരുത്തിയിട്ടുണ്ടെങ്കിലും നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു കൊട്ടാരമാണ് ഗൈസ് ഈ കാണുന്നത്. ഇതിന്റെ അടുത്ത് തന്നെ ഏതോ ഒരു അടിപൊളി തൂക്കുപാലും കാണാനുണ്ടായിനി. അങ്ങനെ പന്തളത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ കണ്ണൂരേക്കുള്ള മടക്ക യാത്ര ഇവിടെ ആരംഭിച്ചു. അങ്ങനെ കണ്ണൂർ എത്തി അവിടെ നിന്ന് ബസ്സിലും കയറി നമ്മളെ നാട്ടിലേക്ക് വിട്ടു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മളെ കെട്ടുനിറ നടന്ന അമ്പലത്തിലേക്കായിരുന്നു. അതേ ഗൈസ്, നമ്മൾ മാല ഉയരാൻ വേണ്ടി പോവുകയാണ്. ഒരു വിധത്തിൽ ചിന്തിക്കുന്നതാണെങ്കിൽ മാല ഉയരുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടെങ്കിലും മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ എന്തോ ഒരു അറിയാത്തൊരു വിഷമം പോലെ. പക്ഷെ മാല ഉയരണം ഗൈസ്, എനിക്ക് ഇനിയും വ്രതം എടുക്കാനൊന്നും കഴിയില്ല. അങ്ങനെ മാലയിൽ ഊരി അച്ഛൻ്റെ വണ്ടിയിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഗൈസ്, ഇപ്പോൾ കെട്ടുനിറ മുതൽ നമ്മൾ മാല ഊരിയത് വരെയുള്ള വ്ളോഗ് ഇതോടുകൂടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഗൈസ്, ഇപ്പോൾ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ മസ്റ്റായിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കുക ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് എനിക്ക് അറിയണ്ടേ. അപ്പം അത്രേ ഉള്ളൂ, നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ വിജയം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.